പറഞ്ഞോ ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റപ്പോ വീടൊരു സ്വിമ്മിംഗ് പൂളായി. ഇത് കണ്ടോ? ഞങ്ങൾ കുളിക്കാൻ പോവാ വീടിന്റെ ഫ്രണ്ട്. പബ്ലിക് റോഡിൽ നിന്ന് കുളിക്കാൻ പോവാ. ഞങ്ങൾ നോക്കുമ്പോ ചുറ്റും കർണാടകക്കാർ, അവിടെ കർണാടകക്കാർ, ഇവിടെ അച്ഛൻ കർണാടകക്കാർ. കുളിക്കാൻ 2 ഫ്രണ്ട്സും കൂടി വരുന്നു. രാമനെ ഞങ്ങൾ വിളിച്ചത്, അവന് തണുപ്പാണെന്ന് പറഞ്ഞ വന്നില്ല. രാമ ഒരു ഹായ് കാണിക്കേ. അവന് തണുപ്പാണ്. ഭാരതപ്പുഴയൊക്കെ ഇതിലെ ഒഴുകാൻ തുടങ്ങിയെന്നാ തോന്നുന്നു. വർത്താനം പറഞ്ഞിട്ട് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അത് വന്ന് 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 ഇവിടം വരെ. ചുമ്മാ ഒരു സ്റ്റൈല് തോർത്തൊക്കെ എടുത്ത് തോർത്തൊക്കെ എന്തിനാണ്? ഇതിന് ശേഷം എത്ര വെള്ളം വരുന്നത്? 2019 വന്നിട്ട് ഇത്രയും വെള്ളം കയറിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, ഞങ്ങളുടെ കിഴക്കേക്കളും എല്ലാം ഒരുമിച്ച്. ഇപ്പൊ കിഴക്ക് ഏതാ, പടിഞ്ഞാറ് ഏതാ, തെക്ക് ഏതാ ഒന്നും അറിയില്ല. ലോകമേ എല്ലാ കുളങ്ങളും ഒന്നായി ഒരേ വെള്ളം. ഞങ്ങൾക്ക് ചെലവില്ല, സ്വിമ്മിംഗ് പൂളിൽ പോകാൻ ഞങ്ങൾക്ക് ചെലവില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നീന്താം. അവിടെ രാമനൊക്കെ നിൽക്കുന്നു. പിന്നെ 18 സമയമായിട്ടാണ് നമ്മൾ കാണുന്നത്. 18 വെച്ചിട്ട് മിക്കവാറും കയറുമായിരിക്കും. അറിഞ്ഞൂടെ, ഇപ്രാവശ്യം 2018 വെള്ളപ്പൊക്കം പോലെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പാലയിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട്, പാലയിൽ പിന്നെയും വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എന്തായാലും നമുക്ക് രക്ഷിക്കണം. പാമ്പിന്റെ വേറൊരു വെർഷൻ. നമ്മൾ ഭാരതപ്പുഴയിലോട്ട്, ഇതാണ് നമ്മുടെ മെയിൻ വഴി. മെയിൻ റോഡിലോട്ട് കയറേണ്ട വഴിയാണ്. അത് ഏകദേശം അത് കണക്കായി. വൈകുന്നേരം പാലെടുക്കാൻ പോകുമ്പോ അറിയാം എത്ര ഉണ്ടെന്ന്. അതെ അതെ, ചുമ്മാ പറയുമ്പോഴത്തേക്കും അയ്യോ സ്കൂളാണ്. ഞങ്ങളിതിനെ കൊല്ലാൻ കൊണ്ടുപോവാ. മര്യാദക്ക് കുർച്ചിയിലുണ്ടായിരുന്ന മനുഷ്യർക്ക് അതെ 3 തലകൾ. ഇതിലേത് തല ആദ്യം മുങ്ങുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഞാനും മുങ്ങത്തില്ല. മനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചില്ലെങ്കിലും കാറ്റിലും കോളിലും കൂട്ടു പങ്കിടാൻ ഞാൻ മതി. താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ചളിവെള്ളം ഗൈസ്, ചളിവെള്ളം എന്ത് പറയാനാണ് ഗൈസ്. കളക്ടർ ഇതിനു മുമ്പ് നമുക്ക് ഒരു അവധിയൊന്നുമില്ല, ഇപ്പൊ നമുക്ക് അവധിയാണ്. അതാണ് ഗൈസ് ബുദ്ധി. ഇതാണ് ഇരുതലമുടി. കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. വേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ ഞാൻ കമ്പിളി. ഒന്നുകൂടെ എക്സ്പ്രഷൻ ഇടൂ. ഇവിടെ ഫോണില് നാട്ടുകാരിലേക്ക് വിശദ വിവരങ്ങൾ എത്തിക്കണ്ടേ? അതെ അതെ, റിപ്പോർട്ടർ നന്ദക്കുട്ടിയോടൊപ്പം ഭദ്രാജി, ഇളയടത്തില്ല, ക്യാമറമാൻ ആരശ്രീ ഇളയടത്തിനോടൊപ്പം. കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഞാൻ. എന്തിനി വേഗം ഇത്തിരി നേരം, എന്തിനി വേഗം ഇത്തിരി നേരം പറ്റിപ്പിടിച്ച് ഞാൻ നിന്നോട്ടെ നിന്നോടെ മൃദുല പ്രതലമധികം. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ വ്ളോഗിൽ കാണുന്നേ? ഈ കുടുംബത്തെ ഇളയ സന്തതിയാ. അതെന്തിനാന്നറിയോ തന്നെ?
ഞങ്ങള് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ പറയാം. നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കാരണം ഫോൺ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ നിൽക്കുന്നത്. ആ ഫോൺ നനയ്ക്കാണ്ടിരിക്കാൻ കുട്ടന്റെ കയ്യില് കവർ, അവൻ ആ കവറ് മുക്കിക്കൊണ്ട് നടക്കാം. ഏതാ ബുദ്ധി നോക്ക്. ഭദ്രാജിക്ക് ലൈക്ക് കൊടുക്കണം. കാരണം ഭദ്രാജിയുടെ ഫോൺ ഈ സെറ്റ് റിസ്കിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ റോഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുട്ടാ ചട്ടി കാല് നോക്കിക്കോ. ആ നീന്ത കൈയിട്ടടി. കൈയും കാലും ഇട്ട് അടിയാക്കി. കൈയും കാലും ഇട്ട് വിട്ട് അന്തപ്പുളം വിട്ടേ. അന്തപ്പുളം വിടൂ. കൈയും കാലും ഇട്ട് അടിച്ചേ. ആ വിടണം, അതിന് നിക്കാനുള്ള ഉണ്ട്. പിടിച്ചേ. ഹായ് കാണിക്കുന്നു. ഇങ്ങനെ പോകണം. ഇപ്പൊ മഴ പെയ്യാൻ പോവാണ്. മഴ പെയ്യാൻ പോകാൻ ഞങ്ങൾ നടന്നാണ് എന്റെ കുടുംബത്തെത്തി. പക്ഷേ ഹായ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ നന്ദോപ്പന്റെ വീട്ടിലാണ്, അയിലത്താണ്. ഇതാക്കി ആരാ നോക്കിക്കുന്നത്. താഴെ ചത്തു കിടന്നു. ഇവിടെ ഇവിടെ വിവരം അന്വേഷിക്കാനായിട്ട് ഒരു ഹായ് കൊടുക്കൂലേ പേർച്ചി അച്ഛന്. ഹായ്. ഉച്ചയ്ക്കായിരുന്നു വ്ളോഗ് കാണണമെന്ന് ഭയങ്കര ആ അവിടെ ഒരാള് മൂകാംബികയിലിരുന്ന് ഡയലോഗ് അടിക്കുക. എന്തോ അതെ 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 അതെ. ഒരു മിനിറ്റ് കേക്കൊന്നും നോക്കട്ടെ. അങ്ങനെയാണ് കുറച്ച് ആദ്യമായിട്ട് വെള്ളം കണ്ടതിന്റെ ആക്രാന്തവും പേടിയൊക്കെ ഉണ്ട്. ഡ്രസ് മാറ്റി വന്നു ഭദ്രാജി. അങ്ങനെ ഞങ്ങള് കുളത്തിൽ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറേ നേരമായി കുളത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഞങ്ങൾ കുളത്തിലേക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് നല്ല രസമുണ്ട്. തണുത്തിട്ട് കുളിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വെള്ളം കുറെ ഒക്കെ കണ്ടപ്പോഴേക്കും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇറങ്ങിപ്പോയതാ. രാവിലെ ഇറങ്ങിയതാ, ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. നേരം നാളെ എല്ലാവരും കൂടി വെള്ളം 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 ക്യാമറ ക്യാമറ ശുശ്രൂഷ ശുശ്രൂഷ വെള്ളം ഇവിടെ കാണാം. എന്തൊക്കെ ഇടകളും കേറുന്നുണ്ട്. ഞാൻ നിന്നുടെ മാറത്തു മെല്ലെ വേരുകളാഴ്ത്തിടാം നിൻ ഹരിത കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും പടർന്നു കേറിടും കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്നു കേറിടും ഈ കുളം ടെസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ റീൽ എടുക്കാൻ ഒരു എന്താ പറയാ
കുളം വിസമ്മതിക്കുകയാണ്. നമുക്ക് കടുകട്ടി വാക്കളാ. മലയാളം ടീച്ചറിന്റെ മകൾ ഇച്ചിരി കടുകട്ടി വാക്കുകൾ പറഞ്ഞാട്ടെ. എനിക്കൊന്നും ഉരിയാടുവാനില്ല. കുളത്തിലേക്ക് ശ്രമിക്കാം. വരിക. നമുക്ക് ഇതിലേ പോ. എന്തോ നന്തപ്പോൾ എന്താ ഇളയടം വർഷനെ പറ്റി പറയാൻ വന്നു. എന്താ പറയട്ടു? എല്ലാം കൂടി ഒരു നിന്നതും പോയവരും ഒക്കെ പോയവര് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ധൃതി പിടിക്കുകയാണ്. അവരെയൊക്കെ ഞങ്ങൾ സ്മരിക്കുന്നു ഈ നിമിഷത്തിൽ. യെസ്, പച്ച കളർ ശുദ്ധിയുള്ള വെള്ളമാണ് കേട്ടോ. ഈ മെറ്റലിട്ട ഭാഗം മാത്രം പച്ച കളറാ. ഇത് വല്യമ്മയുടെ കഷ്ടപ്പാടാണ്. വല്യമ്മയുടെ കഷ്ടപ്പാടാ ഇതൊക്കെ അല്ലേ? വല്യമ്മ രാവിലെ ഇതെല്ലാം പറക്കി മുകളിലേക്ക് വെച്ചതാണ്. യെസ് യെസ്, ഞാനത് കണ്ടോണ്ടിങ്ങനെ നോക്കി നിന്നു. വരുമോളാണ് പോലും. വരുമോള് ഒഴുകണ്ട, ചത്ത് കിടക്കുവാണ്. കേൾക്കട്ടെ. 3, 4, 6, 7, go. പച്ചത്തുള്ളൻ മീലിമുട്ട ഇലപ്പേനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ വാനില ചെടിയേ. കോട്ടയം ജില്ലയിലെ ചളി മൊത്തം ഞങ്ങളുടെ ദേഹത്തുണ്ട് ഗൈസ്. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും. ഇതുകൊണ്ട് ഞങ്ങള് വന്നതിനൊക്കെ കൂടുതൽ ഇവിടെ ഇല്ലത്ത് വെള്ളം കയറി. എന്താ ഇത്? നല്ല മഴക്കാറ്. ഗൈസ് ഗൈസ് ഞങ്ങള് ഒരു 1.5 മണിക്കൂറായി ഈ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി. 1.5 ബാക്കി എന്തേ അല്ലേ? അതെ, ചൊറിയെന്നൊക്കെ ഉണ്ട്. ഒരു ശവം ദേ പോണു. വെള്ളം വരവാണ് ഗൈസ്. ഞങ്ങള് വന്നതിനൊക്കെ വെള്ളം കൂടി. ദേ കണ്ടോ മഴക്കാറ്? കണ്ടോ മഴക്കാറ്? ഇതിന്നങ്ങും വീഡിയോ ഇട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മടുത്തു. കൊറേ നേരമായി നീന്താൻ തുടങ്ങിയിട്ട്. നീന്തുമല്ല, വെള്ളത്തിൽ കിടക്കാൻ ഒരു 4 മണിക്കൂറത്തെ ഈ പരിപാടി കഴിഞ്ഞ് വെള്ളം. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കും. ഞങ്ങളിങ്ങനെ അലമ്പും, എന്നാലും എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. വെള്ളം പോകാൻ നമുക്ക് പെട്ടെന്ന്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കും. ടാറ്റ. ഹാപ്പി വെള്ളപ്പൊക്കം.